അമ്മയുടെ കുടുംബസംഗമത്തിൽ മമ്മൂക്ക ലാലേട്ടന് കൊടുത്താണ് അത് പ്രകാശനം ചെയ്തത്. മൂന്നാം പക്കമല്ല, അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പോലെ ഗ്യാസ് ഇല്ലാത്ത ഒരു കാലം, ഡിമാൻഡേ ഉള്ളൂ. ഞാൻ വരത്തില്ല, പൈസ കൊടുക്കാം. ഈ ഒരു അവസ്ഥയിലെങ്കിലും നിൽക്കാൻ സാധിക്കുന്നു. ഇനി നാളത്തെ കാര്യം നമുക്കറിയത്തില്ല. ഞാൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏത് കാര്യത്തിലും പ്രതികരിക്കും. ആരുടെയും വീട്ടിലെ കാശല്ല നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോഴും നമ്മൾ നായക തുല്യമായ ഒരു വേഷം ചെയ്തതാണ് വേനൽക്കിനാവുക. ചിലപ്പോൾ നമ്മളെ അറിയാത്തവരാവാം, ചിലപ്പം അറിഞ്ഞാലും ചിലപ്പം നമുക്ക് തരാൻ ആഗ്രഹമില്ലാത്തവരാവാം, ചിലപ്പോൾ അവർക്ക് സൂട്ടബിൾ ആയിട്ട് വേറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന വാഴ 2 എന്നും പറഞ്ഞ് ആ പടമാണ് ഈ ഏപ്രിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ പടം. എനിക്ക് അവരെ ഒന്ന് ഉപദേശിക്കാൻ ഞാൻ ആളല്ല. കമലഹാസൻ അവർ സെറ്റ് ചെയ്തു, പ്രകാശരാജ്, മോഹൻലാൽ, തിലകൻ, നെടുമുടി വേണു, മമ്മൂട്ടിയാവും, മോഹൻലാലാവും, ഒന്നും ഞാൻ ചിന്തിക്കുക. ആ എഴുത്ത് മേഖലയിൽ ഞാൻ ഒന്ന് കൈവച്ചു. തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ, കൊതുമ്പു വെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി. ജാലകം ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2010 യുവ കർഷകനുള്ള അവാർഡ് ലഭിച്ച, അതുപോലെ തന്നെ സിനിമാ ലോകത്ത് ഒട്ടേറെ നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ കൃഷ്ണപ്രസാദ് ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ജാലകൻ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. പറഞ്ഞോളൂ. ഇപ്പൊ പ്രസാദ് ചേട്ടാ, പിന്നെ പത്മരാജ സാറിന്റെ മൂന്നാം പക്കം എന്ന പടത്തിലാണ് ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പൊ ആ ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയാം. ശരിക്കും പറഞ്ഞ മൂന്നാം പക്കമല്ല, അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തില് KG ജോർജിന്റെ പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞ സിനിമ മുഴുവൻ അത് തൊട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പത്മരാജ സാറിന്റെ മൂന്നാം പക്കം സീസണിനകത്താണ് ഞാൻ കുറച്ച് കൂടെ ഇതായിട്ട് വരുന്ന ക്യാരക്ടർ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് വേനൽക്കിനാവുകൾ എന്ന് പറഞ്ഞ പടത്തിലേക്ക് ഞാൻ നായകതുല്യമായ വേഷം MD സാറിന്റെ പടത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് എന്റെ ആ ഒരു കരിയറിലെ ഒരു ചേഞ്ച് വരുന്നത്. അങ്ങനെയാണ്. അപ്പം അല്ല, പത്മരാജ സാറുമായിട്ടുള്ള ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? അതൊക്കെ അത് എന്റെ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വലിപ്പമൊന്നും ചിലപ്പോ ആ കാലഘട്ടത്തിൽ അത്ര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹത്തെ പോലൊരു കാലത്തിന് അതീതമായി ജീവിച്ച ചലച്ചിത്രങ്ങൾ മലയാളത്തിൽ സംഭാവന ചെയ്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പടം പോലും അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ വേറൊരു പടവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ചേഞ്ചാണ്. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അല്ലാതെ പറഞ്ഞില്ല, KG ജോർജിന്റെ പടത്തില് ചെറുതായിക്കോട്ടെ അതിനകത്ത് അഭിനയിക്കാൻ തുടങ്ങാൻ പറ്റി. ഇതൊക്കെ ഒരു ബൈ ചാൻസ് സംഭവിച്ച കാര്യങ്ങളാണ്. അച്ഛന് പിന്നെ ഇവിടെ അടുത്ത ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം കലയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു? അല്ലെങ്കിൽ നടക്കത്തില്ലല്ലോ. കാരണം ഒരു അധ്യാപകന്റെ മകൻ, പ്രത്യേകിച്ച് പുള്ളി വളരെ കർക്കശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ പക്ഷെ ഒരു കലാകാരനായിരുന്നു, കലാസ്വാദകനാണ്. അച്ഛന്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേരെ അച്ഛൻ പിന്നെ ഓരോ സംഘടനകൾ, ആർട്സ് ക്ലബ്ബ്, മറ്റേ അതിന്റെയൊക്കെ രക്ഷാധികാരിയായിട്ട് അച്ഛനാ. അപ്പൊ അച്ഛനാണ് അവർക്ക് ഫിനാൻഷ്യലി ആയാലും മറ്റുള്ള രീതിയിലും ഒക്കെ ഓരോ രീതിയിൽ അവരെയൊക്കെ സഹായിച്ചുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അത് താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ താല്പര്യം ഇല്ലെങ്കിൽ എന്നെ പോലെ ആള്, ഞാനൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണക്കാലത്തൊക്കെ നാടകമത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4-5 മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. ഇന്നതൊന്നും ഇല്ല. പക്ഷെ അപ്പൊ അങ്ങനെ മത്സരിക്കുന്ന ആ ഒരു ഇതിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ ഒരു പിൻബലം ഇല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. പിന്നെ അമ്മയാണ് എല്ലാത്തിനും എന്താ പറയാ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അമ്മയായിരുന്നു ആർക്കും. അന്നത്തെ കാലത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പോലെ ഗ്യാസ് ഇല്ലാത്ത ഒരു കാലം, ആ കാലഘട്ടങ്ങളിൽ എത്ര പേര് വന്നാലും ആഹാരം കൊടുക്കാനൊക്കെ സാധിക്കാന്ന് പറയുന്നത്. പിന്നെ അന്ന് കൂടുതൽ ജോലിക്കാരെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നതില്ല. ആ ഒരു കാലഘട്ടങ്ങളിൽ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. 2010 നല്ല കർഷകനുള്ള സാറിന് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നില് ഉള്ള ഒരു പ്രചോദനമൊക്കെ എന്താണ്? അച്ഛൻ നല്ലൊരു കർഷകൻ. അതെ, അതാണ് കാര്യം. കാരണം ഞാന് ചെറുപ്പം തൊട്ടേ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ എനിക്ക് ഈ കാർഷിക മേഖല എന്ന് പറയുന്ന അത്ര
താല്പര്യമില്ല. ആകെ കൊയ്ത്ത് സമയത്ത് നമ്മൾ വരുന്നു, കളം അന്നൊക്കെ കുറച്ച് നാള് കളത്തില് പിന്നെ കിടക്കണ്ടേക്ക് വരുന്ന സമയം. അപ്പൊ ആ സമയത്ത് അച്ഛൻ എവിടെയെങ്കിലും അത്യാവശ്യം പോകുമ്പോഴൊക്കെ വന്ന് നോക്കാനൊക്കെ വരിക എന്നുള്ള ഷോർട്ട് പീരീഡ് വരുന്ന ഒരു ഗസ്റ്റാണ്, അല്ലാതെ ഇതല്ല. പക്ഷേ അച്ഛന്റെ മരണം 2006 സംഭവിച്ചു. അത് കഴിഞ്ഞ് 2007 അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന പഴയ ഒരു ഫാമിലി, അച്ഛനോടൊപ്പം ഇപ്പോഴും ലേഡി എന്റെ കൂട്ടത്തിലുണ്ട്, കൊച്ചല്യാണി എന്ന് പറയും. അവര് 53 വർഷമായിട്ടുള്ളതാണ്. അപ്പൊ എന്റെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ ആ ഒരു ഇതിൽ ഉണ്ടായിരുന്ന ഇതാണ്. അപ്പൊ അവര് വന്ന് നിർബന്ധിച്ചു, മോനെ ചെയ്യേ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആ ഒരു ഇത്. അപ്പൊ ഞാൻ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഞാൻ വരത്തില്ല, പൈസ കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങള്, പിന്നെ ഞാറായി, മോനൊന്നുവാ, മറ്റേ പിന്നെ കതിരായി, ഇങ്ങനൊക്കെ ഓരോ സ്റ്റെപ്പ് പറയുമ്പോൾ ഞാൻ ചുമ്മാ സമയമുള്ളപ്പോ വരും. പക്ഷെ അങ്ങനെ ആ ഒരു വർഷം അതിനകത്ത് അങ്ങ് ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ഈ പാടശേഖരത്തെ ഒരു പ്രസിഡന്റ് വരെ ആകുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഒരു 10-18 വർഷത്തെ ആ ഒരു ഇതിൽ എനിക്കുണ്ടായതാണ്. അപ്പം അന്ന് യുവ കർഷകനുള്ള അവാർഡ് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യുവാക്കളാരും ഇല്ല. ഈ കൃഷിയിലേക്ക് യുവാക്കൾ ആരും വരാത്ത ഒരു കാലഘട്ടങ്ങളിലാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നതും. അപ്പം നമ്മളൊരു ചെറിയ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ന്യൂസ് വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാരണം കുറച്ചു പേരാ ഇവനെന്തോ മെച്ചമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇറങ്ങത്തില്ല എന്നുള്ള ഒരു തോന്നല്, ആ തോന്നല് കൊണ്ടാവാം ഒത്തിരി പേര് ഇതിനകത്ത് ഇറങ്ങി. അത് കുറച്ചെങ്കിലും ഈ കൃഷി ഇപ്പൊ ഇവിടെ ഈ ഒരു അവസ്ഥയിലെങ്കിലും നിൽക്കാൻ സാധിക്കുന്നു. ഇനി നാളത്തെ കാര്യം നമുക്കറിയത്തില്ല എങ്ങനെ തീരുമെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരു സാധാരണക്കാരനായ ഒരു സിനിമാ നടന്റെ ആ ഒരു വലിയ പരിവേഷങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളോടൊക്കെ ആണെങ്കിൽ എല്ലാരോടും നാട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചു. നല്ല ഒരു സൗമ്യതയുടെ ഒരു പര്യായം എന്ന് വേണമെങ്കിൽ പറയാം. ശാന്തമായ ഒരു അങ്ങനൊന്നും അല്ല, ശാന്തതയോ സൗമ്യതയൊന്നും അല്ല. ഞാനുള്ള കാര്യങ്ങൾ വളരെ ഇതാണ്. ഞാനിപ്പൊ തന്നെ ഇങ്ങനെ വന്നതുപോലെ ഞാൻ ഒന്ന് ക്ഷേത്രത്തിൽ കയറിയിട്ട് വന്നോണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരുന്നത് സാധാരണ കൈലിയൊക്കെ കൊടുത്ത് ഞാൻ ആ രീതിയിലാണ് ഇവിടെ വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ മുന്നിൽ ഞാനിപ്പോഴും എൻ്റെ അച്ഛനെ ഉണ്ണിപ്പിള്ള സാറിന്റെ മോൻ എന്നുള്ള രീതിയിലാണ് അവര് കാണുന്നത്. അപ്പൊ ഞാൻ ബെൻസേ വന്നാലും സ്കൂട്ടറെ വന്നാലും ഞാൻ എങ്ങനെ വന്നാലും ഞാൻ തന്നെ, അല്ലാതെ അതിനകത്ത് മാറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏത് കാര്യത്തിലും പ്രതികരിക്കും. എനിക്ക് ശരി എന്ന് തോന്നുന്നതിൽ അതിനകത്ത് എത്ര നഷ്ടം വന്നു എന്ന് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറുണ്ട്. അത് ഈ കർഷകരുടെ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഇടപെട്ടത് ആ ഒരു രീതിയിലാണ്. കർഷകർക്ക് ഓരോ ദ്രോഹങ്ങൾ, ഉപദ്രവങ്ങൾ അവർ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഒരാളൊരു കാര്യം ചെയ്താൽ എന്തെങ്കിലും 1 രൂപയെങ്കിലും അവർക്കൊരു ഇത് വേണ്ടേ. എല്ലാരും പറയാം മാനസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുട്ടനാട്ടിലെയും പാലക്കാട് മേഖലകളിലെയും 90% ആൾക്കാരുണ്ട്. അവര് മാനസികം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മക്കളെ വളർത്താതിരിക്കാൻ ഇല്ല. അപ്പൊ മാനസികം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും വരുമാനം ഉള്ളവർക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള സമാധാനം, സന്തോഷം എന്ന് പറയാം. അല്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നെൽകർഷകർ ഇവിടെ നിലനിൽക്കുക, പ്രത്യേകിച്ചും കേരളത്തിലെ, കാരണം തൊഴിലാളികളില്ല, തൊഴിലാളികൾ വളരെ കുറവാണ്. നമ്മുടെ ലോക്കലായിട്ടുള്ള തൊഴിലാളികൾ വളരെ കുറഞ്ഞു പല കാര്യങ്ങളിൽ. ഇപ്പൊ ഇത് കൊയ്യണമെങ്കിൽ തമിഴ്നാട്ടിലെ യന്ത്രം വന്നാലേ കൊയ്യാൻ പറ്റൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങളൊക്കെ ആശങ്കയിലാണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഏത് ഗവൺമെന്റ് ആയാലും ഗവൺമെന്റിനോടാ പറയുന്നത്. അപ്പൊ ഗവൺമെന്റിനോട് പറയുമ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നമ്മുടെ പാർട്ടിയും അല്ലെ നമ്മുടെ കാര്യങ്ങളും അറിയുന്നതിനേക്കാൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഗവൺമെന്റ്, കൃഷി ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ആരുടെയും വീട്ടിലെ കാശല്ല നമ്മൾ ചോദിക്കുന്നത്. ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സംഭവങ്ങൾ. ഞാൻ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞപ്പോഴാണ് ഇതൊരു ലോണായിട്ടാണ് നെല്ലിന്റെ വില കിട്ടുന്നെന്ന് പറഞ്ഞപ്പോഴാണ് കർഷകർ പോലും അറിയുന്നത്. പാവങ്ങൾ പോയി ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് പോലും അറിയില്ല ഇതെങ്ങനെ തീരും, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അറിയാതെ അവർ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് ആ പൈസ കിട്ടുന്നതും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ മകന്റെ വിദ്യാഭ്യാസത്തിന് ചെന്നപ്പോൾ ലോൺ എടുക്കാൻ പോയപ്പോൾ പറ്റുന്നില്ല. അയാൾ ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ എല്ലാ പൊതുജനങ്ങളും ഇതറിയാൻ സാധിച്ചത്. അപ്പം നമ്മള് ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, ഇത്
ഞാൻ പറയുന്നതിനേക്കാൾ ഇത് സർക്കാരാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിക്കോ ഒരു പാടശേഖരത്തിലോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് കാര്യം. സാറ് ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും എല്ലാവർക്കും. അപ്പം അത് ഏത് കഥാപാത്രമാണ് എന്ന് പറയാമോ? അല്ല, എപ്പോഴും നമ്മൾ നായക തുല്യമായ ഒരു വേഷം ചെയ്തതാണ് വേനൽക്കിനാവുക. അന്ന് ഞങ്ങളുടെ ദി ഏജ് ഓഫ് അവേക്കനിങ് എന്നും പറഞ്ഞ ആ ഒരു യൂത്തിന്റെ ഒരു സാധനമാണ്. അപ്പൊ അത് ചെയ്യുമ്പോ ആ പ്രായമാണ്, സമകാലീനായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള്, യദു സുധീഷ് ഞങ്ങളൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ മൂഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ക്യാരക്ടറോട് ഇഷ്ടമുള്ളതുപോലെ ആ ലൊക്കേഷനോട് ഇഷ്ടമായിരുന്നു. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള കെ സേതുമാധവൻ സാർ എന്ന് പറഞ്ഞ കമലഹാസനെയും മറ്റുള്ളവരെ, ശിവാജി ഗണേശനെയും ഒക്കെ പോലുള്ളവരെ അഭിനയിപ്പിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് അന്നും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിന്റെ ആ ലെജൻസി നമുക്ക് അറിയത്തില്ലായിരുന്നു. മനസ്സിലായി. അപ്പം അത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. വേനൽക്കിനാവുകളിലെ സുബുഡു എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് ചില വലുതും ചെറുതുമായ വേഷങ്ങൾ പല ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കിഷ്ടം അതാണ്. തുടക്കമല്ലേ നമുക്കെപ്പോഴും എപ്പോഴും ചോദിക്കത്തില്ലേ, തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ കൺമണിയാണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ. പുതിയ പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടോ? സിനിമകൾ, സീരിയൽ ഞാനിപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം വരുന്നതും പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല. ഒന്നാമത് ഞാൻ എന്റെ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ സീരിയൽ എന്ന് പറയുന്നത്, മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം അല്ലെ എറണാകുളം ആയിരിക്കും. അപ്പൊ നമ്മൾ അപ്പൊ ഇവിടുത്തെ ചില ആവശ്യങ്ങൾക്ക് നമുക്ക് പറ്റത്തില്ല. പക്ഷെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടുത്തെ കണ്ട ഒരു തൊഴിലാളിയുടെ വീട്ടിലെ ഒരു കാര്യമാണെങ്കിലും അവിടെ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു തന്നെ, അത് ചിലപ്പം ചെറിയ കാര്യങ്ങളായിരിക്കും. കാരണം ഞാൻ അതിനകത്ത് വലിപ്പച്ചെറുപ്പമൊന്നും കാണാറില്ല, അത് പോകാറുണ്ട്. പക്ഷേ സീരിയൽ എന്ന് പറയുന്ന മേഖല എനിക്ക് ഇഷ്ടപ്പെട്ട അതുപോലത്തെ ഒരു വേഷം വന്നാലേ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തു. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി മാറിപ്പോയി. ജെൽസിയുടെ കാലമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയാ, ചെയ്യുന്നതിനും ഒക്കെ കാരണം ബന്ധങ്ങൾ കുറഞ്ഞു. പഴയ ആൾക്കാര് ഈ ഫീൽഡിൽ നിന്ന് കുറഞ്ഞു ഒത്തിരി പേര്. ഈ ബന്ധങ്ങളാണ് നമുക്ക് ഓരോ ക്യാരക്ടറും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ പുതിയ ആൾക്കാർ വന്നപ്പം ചിലപ്പോൾ നമ്മളെ അറിയാത്തവരാവാം, ചിലപ്പം അറിഞ്ഞാലും ചിലപ്പം നമുക്ക് തരാൻ ആഗ്രഹമില്ലാത്തവരാവാം, ചിലപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് വേറെ ആൾക്കാരുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ അവോയ്ഡ് ആവുന്നതായിരിക്കും. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന വാഴ 2 എന്നും പറഞ്ഞ് ആ പടമാണ് ഈ ഏപ്രിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ പടം. അതെ, എല്ലാ ക്യാരക്ടേഴ്സും മിക്കവാറും എല്ലാം സാധാരണക്കാരന്റെ ഒരു ജീവിതശൈലി, അതുപോലെ ആ ഒരു രീതിയിലാണ് ക്യാരക്ടേഴ്സ് എല്ലാം വരുന്നത്. ഇത് ഈ കാർഷിക ജീവിതമാണോ ഇതിനെ സ്വാധീനിക്കുന്നത്, അതോ? ഇല്ല, കാരണം ഞാൻ കാർഷിക മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പുണ്ണി, ഉണ്ണി, അപ്പു ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോ എന്റെ ശരീരഭാഷയും എന്റെ ഒരു രീതിയും ചിലപ്പോ അതിനായിരിക്കും സൂട്ടബിൾ, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത്. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആപ്റ്റാവുന്ന അനുസരിച്ചാണല്ലോ കിട്ടുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ഞാനായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല, അറിയാതെ വന്നു പോകുന്നതാണ്. പുതിയ തലമുറയ്ക്ക് ഈ കാർഷിക മേഖലയിലേക്ക് വരാൻ അങ്ങനെ ഒരു അവരിൽ അങ്ങനെ ഒരു ഇതില്ല. മീൻസ് ഇപ്പം സ്കൂളിൽ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുഞ്ഞു കുട്ടികൾ മുതലുള്ള, ഇപ്പൊ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണല്ലോ, അപ്പം കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് സ്കൂളുകളിലും ചെയ്യുന്നുണ്ട്. അപ്പം അത് പിന്നെ പുതിയ തലമുറ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിന്നെ ചേട്ടൻ എന്തോ പറയാൻ, അവർക്കൊരു സന്ദേശം പറയുന്നതിനേക്കാൾ പ്രവൃത്തിയല്ലേ ആവശ്യം. ഞാൻ പ്രവർത്തിക്കുന്നതാണ് എന്റെ ഒരു ജീവിത സന്ദേശം. അതിനകത്ത് തെറ്റുകളുണ്ടാവാം, ശരികളുണ്ടാവും. എന്റെ ശരികൾ നിങ്ങൾ സ്വീകരിക്കുക, തെറ്റുകൾ സ്വീകരിക്കാതിരിക്കുക. പിന്നെ ഇതിനകത്ത് ഇപ്പം സ്കൂളിൽ 10 വിത്ത് തന്നു കഴിഞ്ഞാൽ ആ 10 വിത്ത് വെച്ചിട്ട് കാര്യമില്ല, അതിന്റെ ഫലമെടുക്കണം. ഫലമെടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അതിന്റെ വളർച്ചയും അതിന്റെ ആ ഒരു തക്കാളി ആയിക്കോട്ടെ, ഒരു പച്ചമുളക് ആവട്ടെ, ഒരു വെണ്ടയ്ക്കയാവട്ടെ, അത് എടുക്കുമ്പോഴാണ് അവർക്ക് അതിനകത്തൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ഒരു കുഞ്ഞു വളർന്നു വരുന്ന പോലല്ലേ ഒരു ചെടി വളർന്ന് അതിനകത്ത് പൂവിട്ട്. അപ്പൊ ഇത് ആ വളർച്ച കണ്ട് അവരുടെ മനസ്സും ആ ഒരു
ഒരു വികാസം ഉണ്ടാവും. അതിന് നമ്മള് അല്ലാതെ സർക്കാർ കുറച്ച് വിത്ത് തന്നു എന്നാ അതുകൊണ്ട് അവിടെ പിള്ളേരെ കൊണ്ടിട്ടതല്ല, പലയിടത്തും ഞാൻ കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ടീച്ചറായാലും അതിനകത്ത് ഇവരെ കൊണ്ട് നട്ട് വെള്ളമൊഴിപ്പിച്ച് അത് വളർന്ന് അതിനകത്ത് പൂട്ട് അവരെ അതിന്റെ ഓരോ ഡെവലപ്പ് സ്റ്റേജ് കാണിക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ ആ ഒരു വികാസം ഉണ്ടാവുക. അല്ലാതെ എനിക്ക് അവരെ ഒന്ന് ഉപദേശിക്കാൻ ഞാൻ ആളല്ല ആരെയും. കാരണം ഞാൻ എൻ്റെ ശരിയിൽ ഞാൻ ജീവിക്കുന്ന ആളാണ്, അല്ലാതെ ഞാൻ ഉപദേശിക്കാൻ ആളൊന്നുമല്ല. സിനിമാ രംഗത്തായാലും നമ്മളിപ്പം ഞാൻ ചോദിച്ചോട്ടെ, 30 വർഷം മുമ്പ് ഞാൻ സിനിമയിൽ വരുന്ന കാലഘട്ടമല്ല ഇപ്പോഴത്തെ സിനിമ. അതായത് എല്ലാ രീതിയിലും മാറി. ഇപ്പൊ ഈ മൊബൈൽ ഇല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയെ വേണ്ട, ഭർത്താവിനെ വേണ്ട, മക്കളെ വേണ്ട, നമുക്ക് എത്രയോ നാള് കാണാതിരിക്കാം. പക്ഷെ ഒരു മൊബൈല് ഒരു മിനിറ്റ് റേഞ്ച് ഇല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന വെപ്രാളവും ടെൻഷനും അത് കാലം മാറി. അപ്പൊ ഇന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, യാത്രാമൊഴി പോലൊക്കെയുള്ള സിനിമ ശിവാജി ഗണേശനോടൊപ്പം അഭിനയിച്ചു. അപ്പൊ ആ സമയത്ത് കമലഹാസൻ അവ സെറ്റ് വന്നു, പ്രകാശരാജ്, മോഹൻലാൽ, തിലകൻ, നെടുമുടി വേണു, ഇവരൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ഒരു ഫോട്ടോ എടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ ഫോട്ടോ എടുക്കാത്ത ചിലപ്പോ മൊബൈൽ ഇല്ലാത്തോണ്ടായിരിക്കും. ഇന്നാണെങ്കിൽ ആദ്യം ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ അത് ഒരു ജീവിതത്തിൽ അത് ചിലപ്പോ ഒരു മിസ്സിംഗ് ആണ്. പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാന് പറഞ്ഞില്ലേ, അച്ഛൻ മാസ്റ്റർ ആയിരുന്നോണ്ട് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റിയതുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ ഒരു ചെറിയ ചട്ടമ്പിയായിട്ടും ചെറിയ ആനുകൂല്യങ്ങൾ കൂടുതൽ പ്രിവിലേജ് കിട്ടുന്ന ഒരാളായിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അതുകൊണ്ട് അത് ചിട്ടയായിരിക്കുമല്ലോ വീട്ടിലെ അന്തരീക്ഷം. ചിട്ട എന്ന് പറഞ്ഞാല് ഒരു അധ്യാപകന്റെ മക്കള് ഡോക്ടറാവുക, കളക്ടറാവുക, എഞ്ചിനീയർ ആവുക, ഇതൊക്കെയല്ലേ. അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് സ്കൂൾ കാലഘട്ടം. കോളേജിലോട്ട് പോയപ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കോളേജ് ലീഡർ എന്നുള്ള രീതിയിൽ അതിന്റെ ചെറിയ പൊളിറ്റിക്സ്, ഇതിൽ അവിടെ യൂണിയൻ ഭരണം, അതിനകത്തും പക്ഷെ ഞാൻ കാലത്തിന് അതീതമായ ചില കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. മാഗസിൻ എന്ന് പറയുന്ന, ഞാൻ മാഗസിൻ എഡിറ്റർ ആയപ്പോൾ ഒരു മാഗസിൻ പ്രകാശനം ചെയ്തത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. എല്ലാം ഈ വർഷത്തെ മാഗസിൻ അടുത്ത വർഷം ഇറക്കുക. ഞാനതല്ല, ഈ വർഷത്തെ മാഗസിൻ ഈ മാർച്ച് 31 എന്ന് പറയുന്നതിന് മുമ്പ് മാർച്ച് 28 അന്നത്തെ തകഴി ശിവശങ്കരപിള്ള അദ്ദേഹത്തെ പോലൊരു കവിയെ കൊണ്ടുവന്ന് ഞാൻ പ്രകാശനം ചെയ്യിപ്പിച്ചു. അത് ഇന്നും ഒരു റെക്കോർഡാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന ചില നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് ചെയ്യുന്ന, എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഇതിനു മുമ്പ് ഒരാള് എനിക്ക് അതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. പക്ഷെ ഞാനത് എന്റെ പരിശ്രമം കൊണ്ട് സാധിച്ചു. അതിനകത്ത് വേറെ ആരുടെയും ഒരു സപ്പോർട്ടോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം. 2 പെൺകുട്ടികൾ, ഒരു ഭാര്യ. രശ്മി എന്നാണ് വൈഫിന്റെ പേര്. കുടുംബിനെയാണ്. മൂത്ത മോള് BCAക്ക് പഠിക്കുകയാണ് ചെന്നൈയില്. ഇളയാള് +2 ഇപ്പൊ കയറി. മൂത്താളുടെ പേര് പ്രാർത്ഥനാകൃഷ്ണ, ഇളയാളുടെ പേര് പ്രപഞ്ചാകൃഷ്ണ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ കുടുംബമായിട്ട് പോകുന്നു. കുടുംബത്തിന് ആണല്ലോ നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു കാലഘട്ടം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നു, അവരുടേതായിട്ടുള്ള വഴിക്ക് പോകുന്നു. ഇന്ന് ഇപ്പോൾ പലരും അന്യദേശങ്ങളിലൊക്കെ പോയി അവരുടേതായിട്ടുള്ള തൊഴിൽ മേഖലകളിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് അവരെ ഒന്നും എന്നും നമ്മുടെ കൂടെ കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു രംഗത്ത് നമുക്ക് വളരെ വലിയ ഒരു എന്താ പറയുക, പ്രതീക്ഷകൾ എപ്പോഴും വേണം. അമിത പ്രതീക്ഷകൾ ഒന്നിലും പാടില്ല. അമിത പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ കാണാം. എനിക്കും ഞാൻ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ സ്വപ്നം കാണുന്നവനാ, പക്ഷെ വലിയ സ്വപ്നങ്ങൾ കാണാറില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ചോണ്ട് ഞാൻ നാളെ മമ്മൂട്ടിയാവും, മോഹൻലാലാവും, അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് ഇങ്ങനെ പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് 10 ദിവസത്തിൽ കൂടുതൽ ഇവിടുന്ന് മാറി നിന്ന് എനിക്കൊരു ഷൂട്ടിംഗ് കിട്ടിയാൽ പോലും എനിക്ക് ടെൻഷനാണ്. അത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ്, അഭിനയിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുന്നത്, അല്ലാത്ത സമയത്ത് ആക്റ്റീവ് ആണെന്നുള്ളത്. അല്ല, ഞാന് നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എവിടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ ഇൻവോൾവ് ആണ്. അപ്പം അത് കാരണം ഇതാ. അപ്പം ഷൂട്ടിങ്ങിന്റെ സെറ്റിൽ പോയി കഴിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ റെസ്റ്റ് എടുക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഈ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ പോകും.
ഞാനവിടെ മറ്റുള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പിറ്റേ ദിവസം പോവാം, അടുത്ത ദിവസം പോവാന്നൊക്കെ പറഞ്ഞു. ഞാനതല്ലേ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും എവിടെ ധൃതി വെച്ച് എവിടെ പോവുക എന്ന് പറയാം. പക്ഷെ എനിക്ക് ഇവിടെ വരണം. എൻ്റെ നാട്ടിൽ ഞാൻ സുബ്രഹ്മണ്യൻ്റെ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് തന്നെ താമസം. അപ്പം എനിക്ക് അവിടെ പോകണം. അവിടെ പോയി ഈ പതിവായിട്ട് കാണുന്നവരെയൊക്കെ ഒന്ന് കണ്ടാൽ മതി. അല്ലാതെ അവരുമായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കൾ വളരെ കുറച്ചേ ഉള്ളൂ. നേരത്തെയൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു, പലരും പലയിടത്തോട്ട് പോയി. അപ്പൊ അവരെയൊക്കെ ഒന്ന് കണ്ടു, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരു ദിവസം ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫ്രീ ആണ്. പക്ഷെ ഈ 10 ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പം ഇനിയിപ്പം ഏറ്റെടുക്കാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ പുതിയതായിട്ട് എടുക്കാനൊന്നുമില്ല. ജീവിതത്തിൽ ഞാനൊന്നും പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ഞാൻ കൃഷിയിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചല്ല കൃഷി വന്നു. ഇന്ന് പല മേഖലകളിൽ നിന്ന് പിന്നിപ്പം ഞാൻ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ക്ഷമയുടെ ആളല്ല. പക്ഷേ വളരെയധികം ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം എഴുത്തെന്ന് പറയുന്നത്. ആ എഴുത്ത് മേഖലയിൽ ഞാൻ ഒന്ന് കൈവച്ചു. അതാണ് ഹൃദയപൂർവ്വം കർഷക നടന്നാണ് ബുക്കിന്റെ പേര്. ബുക്ക് റിലീസ് ചെയ്തു. ഷാർജ ബുക്ക് ഫെയറിലായിരുന്നു അത്, ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലായിരുന്നു അതിന്റെ റിലീസ്. കേരളത്തിന്റെ അതിന്റെ റിലീസ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് അമ്മയുടെ കുടുംബസംഗമത്തിൽ മമ്മൂക്ക ലാലേട്ടന് കൊടുത്താണ് അത് പ്രകാശനം ചെയ്തത്. അതിനേക്കാൾ എല്ലാം വലിയ പ്രൗഡ് എന്ന് പറയുന്നത് ആ ബുക്കിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് മോഹൻലാലാണ്. അപ്പൊ അത് എന്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു ഭാഗ്യമൊന്നല്ല, ഭീകരമായ ഒരു കാര്യം എന്നുള്ള ഒരു ചിന്തയാണ് അതിനകത്ത് വരുന്നത്. എങ്ങനെയാ ഈ ചെറുപ്പം നിലനിർത്തുന്നതെന്നുള്ളതാണ് എനിക്ക്. അതൊന്നുമല്ല, അതൊക്കെ ഇങ്ങനെ നമുക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ. അല്ലാതെ ഞാൻ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി ഞാൻ ഓടാനോ ചാടാനോ ജിമ്മിൽ പോവോ ഒന്നും ചെയ്യാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് നാടൻ ഫുഡൊക്കെ ഇഷ്ടം. എനിക്ക് ഫാസ്റ്റ് ഫുഡ് അത്ര താല്പര്യമുള്ള ആളല്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് വരെ ഈ പറഞ്ഞ ഒരു വിദ്യാർത്ഥിയായിട്ട് അഭിനയിക്കാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയാം എൻ്റെ പൊന്നെ എനിക്ക് പറ്റിയായിരുന്നു, ഇനി വല്ല അധ്യാപകനോ വേറെ വല്ല വേഷം. അങ്ങനെ എനിക്കൊരു ചേഞ്ച് ഉണ്ടായതാണ് മഹാവീര്യർ എന്ന് പറഞ്ഞ പടത്തിൽ നായികയുടെ അച്ഛന്റെ വേഷം. അതൊരു വലിയ പടമായിരുന്നു, അത് നല്ല ക്യാരക്ടറുമായിരുന്നു. പക്ഷെ എന്തോ ആ പടം ജനം അത്ര സ്വീകരിച്ചില്ല. അപ്പൊ അത് ഒരു വിഷമമായിപ്പോയി. പിന്നെ ഞാൻ ഉണ്ണിമൂന്തന്റെ ബാപ്പയായിട്ട് ഷെഫീഖിന്റെ സന്തോഷം എന്ന് പറഞ്ഞ പടത്തിൽ ചെയ്തു. ഉണ്ണിയുടെ ബാപ്പ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അത്ര ഇതായിട്ടൊക്കെ ചെയ്തു. പക്ഷെ ഈ പടം വിജയിച്ച് ആ ക്യാരക്ടർ ജനം സ്വീകരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ പ്രയോജനമുണ്ട്. അപ്പൊ ക്യാരക്ടർ വേഷങ്ങളിലേക്ക് മാറണം എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോ പോകുന്നത്. അതാണ് എന്റെ ആഗ്രഹം. അപ്പം കാരണം എപ്പോഴും നമുക്ക് ചെറുപ്പം പോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ക്യാരക്ടർ വേഷം ചെയ്ത് കാലത്തിന് അതീതമായിട്ട് ഉള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതിനുള്ള ഒരു ചാൻസ് വരട്ടെ, അതാണ് ആഗ്രഹം. സന്തോഷം. ജാലകം ടിവിയുടെ ഇന്നത്തെ ഈ അഭിമുഖ സംഭാഷണത്തിൽ എത്തിച്ചേർന്ന കൃഷ്ണപ്രസാദ് സാറിന് ജാലകം ടിവിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും സിനിമാ ലോകത്തും കാർഷിക രംഗത്തും ഒരേപോലെ ഉയർച്ചയിലേക്ക് എത്തുവാൻ സാറിന് കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ജാലകം ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് ഇത്രയും നേരം ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറുമായിട്ട് ഇത്രയും നേരം ഒരു ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി, തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ, തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ. ഓ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി, നിന്റെ കൊയ്ത്തരി വാഴ്ത്തീർത്തതേതൊരു കൊല്ലപ്പണിക്കെത്തി. കൊതുമ്പു വെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി, നിന്റെ കൊയ്ത്തരി വാഴ്ത്തീർത്തതേതൊരു കൊല്ലപ്പണിക്കെത്തി.